എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി NDA മുന്നണിയുടെ ഭാഗമായ AIDMK, NCP, BRP, RLD അവരുടെ ലീഡർഷിപ്പും അവരുടെ പ്രവർത്തകരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതിൻ്റെ ഒപ്പം ഇന്ന് BJPയിൽ ചേർന്ന എല്ലാ പ്രവർത്തകരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഈ വരാൻ പോകുന്ന 20 ദിവസം ഒരുമിച്ച് പ്രവർത്തിച്ച് NDAൻ്റെയും BJPൻ്റെയും ഒരു ലക്ഷ്യം, വികസിത കേരളം എന്നൊരു ലക്ഷ്യം, അതിനുവേണ്ടി ഒരുമിച്ച് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് അത് നടപ്പിലാക്കണം എന്ന് ആണ് ഞങ്ങളുടെ എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ 2-3 ദിവസമായിട്ട് പറഞ്ഞ ഒരു കാര്യം ഇന്നും ഞാൻ റിപ്പീറ്റ് പറയുന്നു. BJPയും NDAയും ഈ ഇലക്ഷൻ ഞങ്ങൾ ഇറങ്ങി പറയുന്ന ഒരു മുദ്രാവാക്യം, മാറാത്തത് മാറും, ഇനി കേരളം വളരും. ഒരു വികസിത കേരളമാണ് ജനങ്ങളുടെ ആവശ്യം. 70 കൊല്ലം ജനങ്ങൾ തലയിൽ കെട്ടിവെച്ച കോൺഗ്രസിൻ്റെയും CPMൻ്റെയും ഒരു രാഷ്ട്രീയം, വിവാദ രാഷ്ട്രീയം, വികസനമില്ലാത്ത രാഷ്ട്രീയം, തൊഴിലില്ലാത്ത രാഷ്ട്രീയം, പ്രീണ രാഷ്ട്രീയം, ജമാഅത്തെ ഇസ്ലാമീൻ്റെ ഒപ്പം ഒരുമിച്ച് ചെയ്യുന്ന ഒരു രാഷ്ട്രീയം, നാടിനെ നശിപ്പിക്കുന്ന രാഷ്ട്രീയം, കടത്തിൻ്റെ രാഷ്ട്രീയം, ഇതെല്ലാത്തിനും മാറ്റാനൊരു സമയമായി ഈ ഇലക്ഷൻ ഞങ്ങൾ കാണുന്നു. ഒരു നിർണായകമായ ഇലക്ഷനാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇലക്ഷനായിട്ടാണ് NDAൻ്റെ എല്ലാ പ്രവർത്തകരും ലീഡർഷിപ്പും കാണുന്നത്. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. എന്നോട് മാധ്യമ സുഹൃത്ത് ചോദിച്ചപ്പോൾ ഞാൻ അന്ന് ഒരു മറുപടി കൊടുത്തതായിരുന്നു. ഞങ്ങൾ ഈ പാർട്ടിയിൽ ഈ വികസിത കേരളം എന്ന കാഴ്ചപ്പാടും കേരളത്തിന് നന്നാക്കാനും നാട്ടുകാരുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാൻ താല്പര്യമുള്ള ആരാണെങ്കിലും, ഏത് പാർട്ടിയിൽ നിന്നാണെങ്കിലും ഞങ്ങൾ അവരെ സ്വീകരിക്കും, സ്വാഗതം ചെയ്യാൻ തയ്യാറാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു, ഇന്നും ഞാൻ പറയുന്നു. കേരളത്തിൽ ഇപ്പോൾ ഒരു വലിയ മാറ്റം, രാഷ്ട്രീയ മാറ്റമാണ് നടക്കുന്നത്. ഒരു വശത്ത് CPMും കോൺഗ്രസ് അവരൊരു ഐഡിയോളജിക്കൽ മാത്രമല്ല, അവരൊരു ഓർഗനൈസേഷണൽ കൊളാപ്സ് നമ്മൾ കാണുന്നു. മറുവശത്ത് BJP NDA ഒരു വളരുന്ന ഒരു മുന്നണിയായിട്ട് ജനങ്ങൾ കാണുന്നു. ഒരു ക്ലിയർ കാഴ്ചപ്പാടും വികസനത്തിൻ്റെ ഒരു കാഴ്ചപ്പാടും വികസനത്തെ രാഷ്ട്രീയത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാർ ആയ ഒരു മുന്നണിയായിട്ട് ജനങ്ങൾ കാണുന്നു. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. കഴിഞ്ഞ ഒരു 2 മാസം കോൺഗ്രസും CPM എന്തു പറയുന്നു, BJP NDA എന്തു പറയുന്നു? ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത് വികസനം, ആ വികസനത്തിനെ കുറിച്ച് ഞങ്ങളുടെ കാഴ്ചപ്പാട്, ആ വികസനത്തിന് വേണ്ടി അധ്വാനിക്കുന്ന രാഷ്ട്രീയക്കാരും പ്രവർത്തകരും, ഇതാണ് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. ഞങ്ങളുടെ ഒരു ഓഫറായിട്ട് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത്. മറുവശത്ത് വിവാദങ്ങൾ, പേഴ്സണൽ അറ്റാക്ക്, 10 കൊല്ലം ഭരിച്ച CPMന് ഒന്നും പറയാനില്ല. അതിനു മുമ്പ് എത്രയോ കൊല്ലമായി ഭരിച്ച കോൺഗ്രസും UDFനൊന്നും പറയാനില്ല. അവർക്ക് ഈ പേഴ്സണൽ അറ്റാക്ക് മാത്രം ചെയ്യാൻ ആണ് അവർക്ക് താല്പര്യം. ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ അവർ ശ്രമിക്കുന്നു. ഞാൻ 3 ദിവസം മുമ്പ് ഇവിടെ പറഞ്ഞതാണ്, ഞങ്ങളൊരു പോസിറ്റീവ് ക്യാമ്പയിനായിട്ട് ഈ അടുത്ത 20 ദിവസം ജനങ്ങളെ വോട്ട് നേടാനും ജനങ്ങളെ വിശ്വാസം നേടാൻ ഞങ്ങളൊരു നല്ല ശ്രമം നടത്തും. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു? നരേന്ദ്രമോദിജി ഇന്ത്യയിൽ കൊണ്ടുവന്ന 11 കൊല്ലം കൊണ്ടുവന്ന വികസനം ഇവിടെയും ഞങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അഴിമതിരഹിത ഭരണം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. തൊഴിൽ, വികസനം, നിക്ഷേപം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി പോലെ അപകടമായ
ഓർഗനൈസേഷനെ ഞങ്ങൾ സപ്പോർട്ട് മാത്രമല്ല അവർ നന്നായി എതിർക്കും എന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസികളുടെ സംരക്ഷണം BJP NDAക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നു. ഇതാണ് ഞങ്ങൾ പറയുന്നത്. ഇതുവരെ കോൺഗ്രസ് എന്തു പറയുന്നു, അവരുടെ ഒരു വ്യാജ ഗ്യാരണ്ടിയും അത് ആ ഗ്യാരണ്ടി തെലങ്കാനയിലും കോൺഗ്രസിലും കർണാടകയിലും ഹിമാചൽ പ്രദേശിലെല്ലാം പൊളിഞ്ഞു കിടക്കുന്ന ഗ്യാരണ്ടീസ് ഇത് മാത്രമേ അവർ മുമ്പോട്ട് വയ്ക്കുന്നുള്ളൂ. അഴിമതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. അവർ ഇവിടെ നാടിനെ ഭരിച്ചപ്പോൾ എന്ത് ചെയ്തു അതിനെക്കുറിച്ച് പറയാനൊന്നുമില്ല. 10 കൊല്ലം UPA സർക്കാരിൽ 8 മന്ത്രിമാർ കേരളത്തിന് UDF എന്നുണ്ടായിരുന്നു. അവരെന്തു ചെയ്തു അതിന് പറയാൻ താല്പര്യമില്ല, ഒന്നുമില്ല പറയാൻ. അപ്പോൾ ഞങ്ങൾ വെക്കുന്നത് ഒരു പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ്. 10 കൊല്ലം 11 കൊല്ലം നരേന്ദ്രമോദിജിക്ക് ജനങ്ങൾ അവസരം കൊടുത്തപ്പോൾ എന്ത് അദ്ദേഹം ചെയ്തു? UP മറ്റെത്രയോ സംസ്ഥാനത്തിൽ BJP NDA ഭരിക്കുന്ന സംസ്ഥാനത്തിൽ എന്ത് നടക്കുന്നു, എത്ര മുന്നോട്ട് പോകുന്നു, അത് ഞങ്ങൾ വയ്ക്കുന്നു, മുമ്പിൽ വയ്ക്കുന്നു. പക്ഷേ കോൺഗ്രസ് കർണാടകയിലും ഹിമാചൽ പ്രദേശിലും തെലങ്കാനയിലും നടക്കുന്ന അഴിമതിയും വികസനമില്ലായ്മയും അതിനെക്കുറിച്ച് ഒരു വാക്ക് പറയാൻ അവർക്ക് താല്പര്യമില്ല. പക്ഷെ അത് ജനങ്ങളും മുമ്പിൽ ഞങ്ങൾ വയ്ക്കും. അപ്പോൾ ഈ ഇലക്ഷൻ ഇതുവരെ നടന്ന വിവാദ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഇലക്ഷൻ ആവരുത്. മാധ്യമ സുഹൃത്തും ഞാൻ വോട്ടർമാരോട് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന, ഇത് വിവാദ രാഷ്ട്രീയത്തിൻ്റെ സമയമല്ല. ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ടത് വികസനം, നമ്മളെ ഭാവി, നാടിൻ്റെ ഭാവി, നമ്മുടെ കുട്ടികളുടെ ഭാവി. അത് ചെയ്യാനാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഇത് കണ്ട് മനസ്സിലാക്കിയിട്ടാണ് കഴിഞ്ഞൊരു 2 മാസം നമ്മൾ നോക്കിയാൽ, ഞാനൊരു ലിസ്റ്റ് പറയാണ്, നിങ്ങളുടെ ഓർമ്മയ്ക്ക് പറയാണ്, എത്രയോ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ലീഡേഴ്സ് BJP NDAൻ്റെ ഭാഗം ആയിട്ടുണ്ട്. അവരുടെ പേര് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്, ഓർമ്മിപ്പിക്കാൻ. ശ്രീ റെജി ലൂക്കോസ് CPM ആയിന്ന് BJPയിൽ വരുന്നു. ശ്രീ S രാജേന്ദ്രൻ, മുൻ MLA, 3 ടൈം MLA, BJPയിൽ ചേരുന്നു. ശ്രീമതി R രശ്മി, കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ആയിരുന്നു, BJPയിൽ ചേരുന്നു. വത്സല പ്രസന്നകുമാർ, മുൻ KPCC ജനറൽ സെക്രട്ടറി ആയിരുന്നു, നോർത്ത് പറവൂർ മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ ആയിരുന്നു, BJPയിൽ ചേരുന്നു. K അജിത്, 2 ടൈം MLA, വൈക്കം, അച്ഛനും MLA ആയിരുന്നു, BJPയിൽ ചേർന്നു. തൊടിയൂർ രാമചന്ദ്രൻജി, കോൺഗ്രസിൻ്റെ KPCC സെക്രട്ടറി ആയിരുന്നു, കരുനാഗപ്പള്ളി ചെയർമാൻ, കരുനാഗപ്പള്ളി UDF ചെയർമാൻ ആയിരുന്നു, അദ്ദേഹം BJPയിൽ ചേർന്നു. ശ്രീ CC മുകുന്ദൻ, CPI സിറ്റിംഗ് MLA, നാട്ടിക, BJPയിൽ ചേർന്നു. മിന്നാന്ന് ശ്രീ MJ ജോബ്, KPCC ജനറൽ സെക്രട്ടറി, KSUവിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലീഡറായിരുന്നു, യൂത്ത് കോൺഗ്രസിൻ്റെയും, അദ്ദേഹം BJPയിൽ വന്ന് ചേർന്നു. പ്രൊഫസർ ദേവപ്രസാദ് ജോൺസൺ, NCP നാഷണൽ കമ്മിറ്റി മെമ്പർ, BJPയിൽ ചേർന്നു. പിന്നെ നമ്മൾ ഇപ്പോൾ കണ്ടല്ലോ, AIADMK, NCP, BRP, RLD എന്നിവ പാർട്ടീസ് NDAയിൽ ചേർന്നു. അപ്പോൾ ഈ ഒരു വികസിത കേരളം വളരും എന്ന ഒരു ഉറപ്പും ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടും ഞങ്ങളുടെ ഒരു മുദ്രാവാക്യം, അതിൻ്റെ ഭാഗമായി രാഷ്ട്രീയക്കാർ മാത്രമല്ല, കേരളത്തിലെ എല്ലാ സ്ഥലത്തു നിന്നും ജനങ്ങൾ ഞങ്ങളൊപ്പം ഉണ്ട് എന്ന് ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. ഈ ഇലക്ഷൻ ക്യാമ്പയിൻ ഞങ്ങൾ ഇത് മുമ്പോട്ട് വെച്ച് ഇനി അടുത്ത 20 ദിവസം ക്യാമ്പയിൻ ചെയ്യും. ഇന്ന് വന്ന എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. അത് നടക്കും, ഇന്നും നാളെ തീരുമാനിക്കാം.
എനിക്കറിയില്ലല്ലോ. അത് അല്ല, ഇനിയും കുറേ ആൾക്കാർ വരും, അതിൽ ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞതാണ്. എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നമ്മൾ കാണുന്നത് എന്താണ്, ഇത് BJP-യിൽ ചേർന്നല്ല. ഈ വികസിത കേരളം, ഈ വികസനത്തിന് വേണ്ടി ഞങ്ങൾക്കും പ്രവർത്തിക്കണം, ഞങ്ങളൊരു സ്റ്റേക്ക് ഹോൾഡർ ആവണമെന്ന് ഒരു ആശയം വെച്ച് എത്രയോ പേര് തീരുമാനിച്ചു. ഇനിയിപ്പോൾ ഇതാണ് ഞങ്ങളുടെ ആവശ്യം, ഇതാണ് ഞങ്ങൾക്ക് വേണ്ടത്, ഈ രാഷ്ട്രീയ വികസന രാഷ്ട്രീയത്തിൻ്റെ കൂടെ നമുക്കും പ്രവർത്തിക്കണമെന്ന് കുറേ പേര് അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അത് ഒരു പേരിനെ കുറിച്ച് എനിക്ക് പറയാനൊന്നുമില്ല. അത് അദ്ദേഹത്തോട് ചോദിക്കണം, എന്നോട് ഇപ്പോൾ ചോദിച്ചിട്ട് കാര്യമില്ല. ഇല്ലല്ലോ, ഞാൻ ഇല്ലല്ലോ, ഞാൻ അങ്ങനെ പോയി കണ്ടിട്ടില്ലല്ലോ. അത് നല്ല ട്രൈ ആയിരുന്നു, പക്ഷെ അത് നടന്നിട്ടില്ല. ഞാൻ 24 ലോക്സഭ ഇലക്ഷന് പോയി കണ്ടിട്ടുണ്ട്. അത് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നില്ലല്ലോ. ഓ പിന്നെ സുരേന്ദ്രൻ പിള്ളജിക്ക് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ അവിടെ? അദ്ദേഹം ഒരു ഏറെ ഇനി നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ഒരു നേതാവാണ്. കേരളത്തെ രാഷ്ട്രീയ ചരിത്രത്തിലൊരു വലിയൊരു ലീഡറാണ്. അതിൽ ആർക്കും സംശയമില്ല. എന്തോ ഞാൻ പറഞ്ഞില്ലേ, ഞാനിത് ആദ്യം പറഞ്ഞതല്ലേ, ഈ കാഴ്ചപ്പാട് വികസന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ആരാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും ഞങ്ങൾ സ്വാഗതം ചെയ്യും. ഞാൻ പോയിട്ട് റെഡ് കാർപ്പറ്റ് വെച്ചിട്ട് സ്വീകരിക്കാൻ തയ്യാറാണ്. കാരണം ഇത് നാടിൻ്റെ ആവശ്യമാണ്. അല്ല, അത് ഞാൻ കേട്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടില്ല. സംസാരിക്കട്ടെ, ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ, അപ്പോൾ സംസാരിക്കട്ടെ. നോക്കൂ, ഞങ്ങളുടെ മുന്നണിയിൽ അങ്ങനെ എല്ലാം സ്മൂത്തായിട്ടാണ് പോകുന്നത്. ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അത് അവിടെ നടക്കുന്ന അതിൻ്റെ ഒരു ശതമാനവും ഇവിടെ നടക്കുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ TV ചാനലിൽ നോക്കുമ്പോൾ സുധാകരൻ മറ്റേതെല്ലാം കാണുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മളെല്ലാം സ്മൂത്തായിട്ട്, ഓപ്പണായിട്ട്, ട്രാൻസ്പെറൻ്റ് ആയിട്ട് ചെയ്യുന്നു. എല്ലാവരോടും സംസാരിച്ചിട്ടാണ് തീരുമാനിക്കുന്നത്. എന്തോ നിങ്ങൾ TV കാണുന്നില്ലേ? കുമ്മനം രാജേട്ടൻ ആരന്മുളയിൽ മത്സരിക്കുന്നുണ്ടല്ലോ. അല്ല, MT രമേശ് ജി, അഡ്വക്കേറ്റ് സുരേഷ് ജി ഇല്ല. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ANR ഇല്ല. നമ്മളെ ഒരു കോർ ടീം ജയിപ്പിക്കാൻ പ്രവർത്തിക്കുന്ന കോർ ടീം ലീഡർഷിപ്പ് ഉണ്ടല്ലോ. നമ്മളെ പാർട്ടിയിൽ ജയിപ്പിക്കുന്നവരുമുണ്ട്, ജയിക്കാൻ പോകുന്നവരുണ്ട്. രണ്ട് ഗ്രൂപ്പും ഒരേ സമാനം പ്രധാനപ്പെട്ട ലീഡേഴ്സാണ്. അപ്പോൾ അങ്ങനെ നോക്കണ്ട. അല്ല, വൈകുണ്ഠത് അതിൻ്റെ കാരണം പറയേണ്ട ആവശ്യമില്ല, ഞാൻ പറയാനും പോകുന്നില്ല. ഞങ്ങളൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി, ഒരു 6-7 സീറ്റ് ഞങ്ങളിപ്പോൾ പ്രഖ്യാപിച്ചിട്ടില്ല. അത് ഞങ്ങൾ പ്രഖ്യാപിക്കും. ഇന്നോ നാളെ മറ്റന്നാൾ പ്രഖ്യാപിക്കും. 23-ാം തീയതി മുമ്പ് പ്രഖ്യാപിക്കും. അല്ല, എല്ലാ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. നോക്കൂ, അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. പണ്ട് കാലത്ത് BJP എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥി നോക്കി നോക്കി നടക്കുന്ന ഒരു പാർട്ടിയായിരുന്നു. നിയോജകമണ്ഡലമുണ്ട്, സ്ഥാനാർത്ഥി ഇല്ല. ഇന്ന് അതല്ല സ്ഥിതി. ഇന്ന് എല്ലാ നിയോജക മണ്ഡലത്തിലും 4-5 പേര് കഴിവും കോമ്പറ്റൻറ്റും ലീഡർഷിപ്പ് കാണിക്കുന്ന നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. അതെല്ലാം നമ്മൾ ചർച്ച ചെയ്ത് ഡിസ്കസ് ചെയ്തിട്ട് ആരാണ് ഏറ്റവും കമ്പറ്റേറ്റീവ് കാൻഡിഡേറ്റ് ആണ് തീരുമാനിച്ചിട്ടാണ് നമ്മൾ മുമ്പോട്ട് പേര് തീരുമാനിക്കാൻ പോകുന്നത്. അപ്പോൾ അതാണ് നടക്കുന്നത്. അതിൽ സസ്പെൻസോ ഡയലോഗോ അതൊന്നും ഇല്ല, അങ്ങനെയൊന്നുമില്ല. ആരാണ്? ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. മത്സരം അല്ല, എന്താ ഞാൻ പറഞ്ഞിട്ട് സ്വാഗതം ചെയ്യുന്നു. ഞാനും സ്ഥാനാർത്ഥിയാണ്, അദ്ദേഹം നോക്കൂ, തിയറിയിൽ കേരളത്തിൽ എല്ലാം നടക്കേണ്ടത് ട്രയാങ്കുലർ ഫൈറ്റാണ്. പക്ഷേ ഇവിടെ CPM-ഉം കോൺഗ്രസിൻ്റെ അന്തർധാര, അവരുടെ അണ്ടർസ്റ്റാൻഡിംഗ് എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. അവർ ലാസ്റ്റ് മിനിറ്റിൽ ഞങ്ങളുടെ സ്ട്രോങ് സീറ്റിലെല്ലാം അത് 2-way ഫൈറ്റ് ആക്കുന്നു. ഞങ്ങൾക്കൊരു അങ്ങനെ ഒരു സംശയമില്ല.
അങ്ങനെയാണല്ലോ ഞാനും ലോക്സഭയിൽ തോറ്റ്. ഞങ്ങൾ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ എത്ര സ്ഥലത്ത് കണ്ടതല്ലേ. പക്ഷെ അതിനു വേണ്ടി ഞങ്ങളും ഒരു ശ്രമം നടത്തും അത് തോൽപ്പിക്കാൻ. ഞാൻ അങ്ങനെ എന്തെങ്കിലും ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ എന്തിനാണ് ഇത് പറയുന്നത്? അവർ ഡീൽ ഉണ്ടാക്കുന്ന അവർക്കൊരു രീതിയുണ്ട്, പണ്ട് മുതലുണ്ട്. അത് ഇനിയും നടക്കുന്നതാണ്. ഞാൻ നിയമത്തിൽ ഞാൻ പറഞ്ഞില്ല, പക്ഷെ കേരളത്തിൽ നടക്കും. ഇത് അവരുടെ ഒരു പഴയ സ്ട്രാറ്റജിയാണ്. ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു നടക്കുന്നത്. ശശി തരൂരും അത് പറഞ്ഞു, പാവം പന്ന്യൻ രവീന്ദ്രനെ അങ്ങനെയാണ് തോൽപ്പിച്ചത് അദ്ദേഹം. ഇതെല്ലാം അവരുടെ ഒരു സ്ട്രാറ്റജി. ഞങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി, ഇത് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്, അത് UDF അല്ല. കോർപ്പറേഷനിൽ അതല്ല പറഞ്ഞ് ഞങ്ങളാണ് എതിരാളി, ഞങ്ങളാണ് കോർപ്പറേഷൻ പിടിക്കാൻ പോകുന്നത് കോൺഗ്രസ് പറഞ്ഞില്ലേ. ഇതെല്ലാം നോക്കൂ, നിങ്ങൾ അതിലൊന്നും പെടണ്ട, ട്രാപ്പിലൊന്നും പെടണ്ട. അവരിങ്ങനെ ഓരോന്ന് പറയുന്നു, നിങ്ങൾ ഹെഡ്ലൈനായിട്ട് കൊടുക്കുന്നു. ഇതെല്ലാം തീരുമാനിക്കാൻ പോകുന്നത് ജനങ്ങളാണ്. ജനങ്ങളിപ്പോൾ ഈ ഇലക്ഷൻ എനിക്ക് ഒരു 100% ഒന്നും ഞാൻ ഉറപ്പായിട്ട് പറയുന്നു, ഈ ഇലക്ഷന് ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന ആ പഴയ രാഷ്ട്രീയം നടക്കില്ല. കോൺഗ്രസ് ഇതുവരെ എത്ര കൊല്ലമായി ചെയ്യുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ജനങ്ങളെ എങ്ങനെയെങ്കിലും ഇലക്ഷന് മുമ്പ് ശ്രദ്ധ തിരിച്ച് എന്തെങ്കിലും പറഞ്ഞ് ആ ഡയറക്ഷനിൽ കൊണ്ടുപോകുക. അതൊന്നും ഈ തവണ നടക്കില്ല. ഇനി ഞങ്ങളൊപ്പം മത്സരിക്കണമെങ്കിൽ വികസനത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് ഉണ്ടാവണം. ഞങ്ങളൊപ്പം മത്സരിക്കൂ, വികസനം മത്സരമാക്കി മാറ്റൂ, ധൈര്യം ഉണ്ടെങ്കിൽ. അതൊന്നും ചെയ്യില്ല. വേണ്ടാത്തവരൊന്നും ഞങ്ങളാണ് അത് എതിരാളി, അവരെങ്ങനെയാണ് തീരുമാനിക്കുന്നത്? എവിടെ? ഏത് പ്രസിഡന്റ്? ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞത് അങ്ങനെ ട്വിസ്റ്റ് ചെയ്യല്ലേ. ഞാൻ പറഞ്ഞത് CPM ഇപ്പോൾ പറഞ്ഞത് അവർക്ക് 3-ാം തവണ ഒരു മാൻഡേറ്റ് കിട്ടുന്നു. അത് ഞാൻ ഇന്ന് പറയുന്നു 100% എഴുതി വെച്ചോളൂ. എന്ത് കസറത്ത് ചെയ്താലും അവിടെ ശബരിമലയിൽ പോയി അവർ വഴിപാട് കൊടുത്താലും അവർ കിട്ടില്ല 3-ാം ടേം. അപ്പോൾ ജനങ്ങൾ മുമ്പിൽ 2 ഓപ്ഷൻ ഉണ്ട്, UDF ഉണ്ട്, NDA ഉണ്ട്. അതാണ് കറക്റ്റ്. പക്ഷേ ഓരോരോ നിയോജക മണ്ഡലം അത് 3-വേ ഫൈറ്റ് ആവുമോ 2-വേ ഫൈറ്റ് ആവുമോ തീരുമാനിക്കേണ്ടത് കോൺഗ്രസും CPM-ന്റെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, അവരുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി. അല്ല, ഞങ്ങളുടെ പ്രചരണത്തിനുണ്ടല്ലോ, അത് ആദ്യം മുതലുണ്ടല്ലോ. പക്ഷേ അത് മാത്രമാണോ? അല്ല. ഈ ശബരിമല എന്ന ഒരു ഇഷ്യൂ എന്താണ്? അതിൻ്റെ ഇഷ്യൂ ഒന്ന് അഴിമതി. സർക്കാരിൽ ഇരിക്കുന്ന മന്ത്രിമാരും മുഖ്യമന്ത്രിമാരുടെ ഉത്തരവാദിത്വം എന്താണെന്ന് മറന്ന്, ഡെലിബറേറ്റായിട്ട് മറന്ന്, ഒരു അമ്പലത്തിൽ കൊള്ള നടക്കുമ്പോൾ അതിനെ ഒളിക്കാനും അതിന് എങ്ങനെയെങ്കിലും ശ്രദ്ധ തിരിച്ച് മാറ്റിവെക്കാൻ ഒരു ശ്രമം, അത് ഞങ്ങൾ എക്സ്പോസ് ചെയ്യേണ്ടതല്ലേ, ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ലേ, അത് ചെയ്യും. പക്ഷേ അതിൻ്റെ അപ്പുറം വിശ്വാസികളുടെ സംരക്ഷണം. ഈ നാട്ടിൽ മുസ്ലിംസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, ഹിന്ദുസ് ഉണ്ട്. അവർക്കെല്ലാവർക്കും ഒരു അവകാശമുണ്ട്. ആർട്ടിക്കിൾ 25 എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു പ്രാക്ടീസ് റിലിജിയൻ ഒരു വൺ-വേ റൈറ്റ് ഒന്നുമല്ല. എല്ലാവരും വിശ്വാസം സംരക്ഷിക്കേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അവർ ചെയ്യുന്നുണ്ടോ അത് ചോദിക്കണ്ടേ? അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ശബരിമല. നോക്കൂ, ഞാൻ തന്ത്രിനെ പോയി കണ്ടത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അതിനെ ട്വിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടതെന്ന് എൻ്റെ ഒരു അഭ്യർത്ഥന. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത് എന്തുകൊണ്ടാണ് എന്നാണ് ഞങ്ങളുടെ ചോദ്യം. തന്ത്രിൻ്റെ എതിരെ ഒരു കേസും ഇല്ലാത്ത സമയം അവരെ റിമാൻഡ് റിപ്പോർട്ടിൽ ഒന്നും പറയാതെ, പിന്നെ അത് കോർട്ട് തന്നെ പറഞ്ഞല്ലോ ഒരു അയോട്ട ഓഫ് എവിഡൻസ് ഇല്ലാന്ന്, പിന്നെ എന്തിനാണ് തന്ത്രിനെ അറസ്റ്റ് ചെയ്തത്? അതിൻ്റെ പിന്നിൽ എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? പിന്നിൽ കടകംപള്ളി സുരേന്ദ്രനും മാധവനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല, SIT, അതായിരുന്നു ലക്ഷ്യം, ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ. അല്ല, എനിക്ക് ചർച്ച ആവണം. പക്ഷേ ചർച്ച ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഞങ്ങൾ ഈ ഇലക്ഷന് വേണ്ടി പ്രഖ്യാപിക്കുന്ന പാർട്ടിയാണോ? അങ്ങനെയല്ലല്ലോ. ഞങ്ങൾ 2014 ജനങ്ങൾ ഒരു അവസരം കൊടുത്തപ്പോൾ 10 കൊല്ലം ഇതെല്ലാം ചെയ്യുമെന്ന് കൃത്യമായി പറഞ്ഞോ? ഇല്ലല്ലോ.
ഞങ്ങൾ ഒരു ആത്മാർത്ഥമായ ഒരു വികസനത്തിന് കാഴ്ചപ്പാടുണ്ട്, അത് ഞങ്ങൾ നടപ്പിലാക്കി തരും എന്ന് നരേന്ദ്രമോദിജി 2014 പറഞ്ഞു. ഇന്നെന്താണ് സ്ഥിതി? അദ്ദേഹം എല്ലാം ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ജനങ്ങൾക്ക്. കോർപ്പറേഷനിൽ ഈ മേയറും ഈ ഡെപ്യൂട്ടി മേയറും കൗൺസിലർമാരും അധ്വാനിച്ചിട്ട് ഒരു 5 കൊല്ലത്തിൻ്റെ ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കി നരേന്ദ്രമോദിജി വഴി പ്രഖ്യാപിച്ചു. ഇത് ഞങ്ങൾ 5 കൊല്ലത്തിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണെന്ന്. അത് ഇതിനു മുമ്പ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ടോ? 5 കൊല്ലം ഞങ്ങൾ ഇതെല്ലാം ചെയ്യാൻ പോകുന്നു കോൺഗ്രസോ CPM എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഏത് പഞ്ചായത്ത്, ലോക്കൽ ബോഡി, മുനിസിപ്പാലിറ്റി ഒന്ന് പറയൂ, എന്നെ കാണിച്ചു തരൂ. ചെയ്തിട്ടില്ല. പിന്നെ ഞങ്ങൾ ഈ ഇലക്ഷന് വേണ്ടി മാത്രം ഗിമ്മിക്കായിട്ടൊന്നും പ്രഖ്യാപിക്കുന്ന പാർട്ടിയല്ല. അത് ആദ്യം മുതൽ ഞങ്ങൾ ചെയ്യുന്ന കാര്യമല്ല. ഞങ്ങളുടെ മാനിഫെസ്റ്റോ ഞങ്ങൾ കൃത്യമായി മുമ്പോട്ട് വയ്ക്കും. ഇത് 5 കൊല്ലം ഞങ്ങൾക്കൊരു അവസരം തന്നാൽ ഞങ്ങൾ ഉറപ്പ് തരുന്നു, ഈ 5 കൊല്ലം, ഈ വരാൻ പോകുന്ന 5 കൊല്ലം ഞങ്ങൾ ഇത് നടപ്പിലാക്കും എന്ന് ഞങ്ങൾ പറയും. അതാണ് ഞങ്ങളുടെ ഇലക്ടറൽ പ്രോമിസ്. അത് ഞങ്ങൾ വരാൻ പോകുന്ന ദിവസത്തിൽ ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും. വികസിത കേരളം എന്ന കാഴ്ചപ്പാടിൽ എന്ത് ഞങ്ങൾ ചെയ്യാൻ പോകുന്നു, ഞങ്ങൾ ജനങ്ങൾ അവസരം തന്നാൽ എന്ത് മാറ്റം കൊണ്ടുവരും എന്ന് ഞങ്ങൾ കൃത്യമായി പറയും. ഇല്ല, അങ്ങനെ ഞാൻ ആലോചിച്ചിട്ടില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ഇന്ന് ചിന്തിക്കാൻ. ഞങ്ങളൊരു കളക്റ്റീവ് ടീമാണ്. ഞാൻ സംസ്ഥാന പ്രസിഡന്റ് ഇത് ഒറ്റയ്ക്കോ അങ്ങനെ അല്ല. ഞങ്ങളുടെ ടീമുണ്ട്, നേതാവുമാരുണ്ട്, എത്രയോ മുതിർന്ന നേതാവ് ഈ പാർട്ടിയിലുണ്ട്. അപ്പോൾ ഈ ഒരു പാർട്ടി സംവിധാനം ഞാനുണ്ടോ ഇല്ലയോ എന്നല്ല പ്രധാനം. ഇത് ഒരുമിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു സെറ്റപ്പാണ്. ഒരു ക്ലിയർ സ്ട്രാറ്റജി ഉണ്ട്. ഞങ്ങളൊരു ലക്ഷ്യം ക്ലിയറാണ്. അതിനുവേണ്ടി അധ്വാനിക്കും, ഒരുമിച്ച് അധ്വാനിക്കും. അത് BJP മാത്രമല്ല, NDA. ഞങ്ങൾ NDA കോർഡിനേഷൻ നടക്കുന്നുണ്ട്. NDA മുന്നണീൻ്റെ ലീഡേഴ്സ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ നിയമത്തിലാണെങ്കിലോ വേറെ എവിടെയെങ്കിലും ആണെങ്കിലും ഒരു ഇഷ്യൂ ഇല്ല. അതിൻ്റെ എന്താ ഞാൻ പറഞ്ഞല്ലോ, LDFൻ്റെ പെർഫോമൻസ് 10 കൊല്ലത്തിൻ്റെ അവരെന്ത് ചെയ്തില്ല എൻ്റെ ബേസിസിൽ ജനങ്ങൾ തീരുമാനിക്കാൻ വന്നു. അവർ 24 മണിക്കൂർ മുമ്പേ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചോ, സ്ഥാനാർത്ഥിയിൽ ഇന്ന ആളുണ്ടോയെന്ന്. ഈ എലക്ഷൻ എന്താണ്? ജനാധിപത്യ സംവിധാനത്തിൽ ഒരു എലക്ഷൻ നടക്കുമ്പോൾ കഴിഞ്ഞ 5 കൊല്ലം ജനങ്ങൾ മാൻഡേറ്റ് കൊടുത്ത സർക്കാർ എന്തു ചെയ്തില്ല, അതിൻ്റെ ബേസിസിലാണ് ഈ എലക്ഷൻ നടക്കേണ്ടത്. പക്ഷേ ഈ CPMൻ്റെ ഒരു രീതിയുണ്ട്, അത് കോൺഗ്രസിൻ്റെ രീതിയുണ്ട്. അതൊരു പൊളിറ്റിക്കൽ തന്ത്രമായിട്ട് നമ്മൾ കാണുക. അത് മാത്രം ചർച്ച ചെയ്യില്ല, ബാക്കി എല്ലാം ചർച്ച ചെയ്യും. ഗാസ, സിരിയ, മറ്റേത് ഇറാന്, അതെല്ലാം ഭയങ്കര ചർച്ച വിഷയമാക്കും. പക്ഷെ 10 കൊല്ലം എല്ലാം ശരിയാവും എന്നൊരു വാഗ്ദാനത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറല്ല. അപ്പോൾ ഇതൊരു അതിൻ്റെ ഒരു വാക്ക് എൻ്റെ ഒരു പ്രവർത്തകൻ തന്ന ഒരു ഭരണനാട്യമാണ്. ജനങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല എന്ന് വിശ്വസിച്ച് നടക്കുന്ന CPM കോൺഗ്രസിൽ ഈ ഇലക്ഷനിൽ മനസ്സിലാവാൻ പോകുന്നു, ഇതൊന്നും നടക്കില്ല. ഇനി നിങ്ങൾ ഇതിന് ഒരു മാൻഡേറ്റ് വേണമെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾ എന്തെല്ലാം ചെയ്യും, എന്തെല്ലാം ചെയ്തു എന്ന് പറയാൻ ധൈര്യം ഉണ്ടാവണം, കരുത്തുണ്ടാവണം.